അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് UKG ക്ലാസ്സിൻ്റെ പാർട്ട് 1 കിതാബാണ്. എൻ്റെ അടുത്ത് കിതാബില്ലാത്തത് കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദറസുൽ അവ്വലു, പാഠം 1. അലിഫുൻ. അബുൻ, അലിഫുൻ, അലിഫുൻ, അലിഫുൻ. ഇനി ചിഹ്നം ചേർത്ത് എങ്ങനെ വായിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അലിഫിന് ഫതഹ് ഇടുമ്പോൾ ആ എന്ന് വായിക്കും. അലിഫിന് കിസർ ഇടുമ്പോൾ ഇ എന്ന് വായിക്കും. അലിഫിന് ലമ്മാണ് ഇടുന്നതെങ്കിൽ ഉ എന്ന് വായിക്കും. ഇനി താഴെ നോക്ക്, ഒരു കോളം കൊടുത്തിട്ടുണ്ടല്ലേ. അവിടെ എന്താ ചെയ്യേണ്ടത്? അലിഫ് എന്ന അക്ഷരത്തിൻ്റെ ചിത്രം ഒട്ടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ചിഹ്നങ്ങളെ പരിചയപ്പെടാം. ഈ പാഠഭാഗത്തിൽ 3 ചിഹ്നങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ചിഹ്നത്തിൻ്റെ പേര് ഫതഹ് എന്നാണ്. ഫതഹ് ചിഹ്നം നമ്മൾ ആ എന്ന് വായിക്കാനാണ് ഉപയോഗിക്കുന്നത്. അക്ഷരത്തിൻ്റെ സൗണ്ടിനൊപ്പം ആ എന്ന ഉച്ചാരണമാണ് ഫതഹ് എന്ന ചിഹ്നം നൽകുന്നത്. അടുത്തത് കിസർ എന്ന ചിഹ്നമാണ്. അക്ഷരത്തിൻ്റെ സൗണ്ടിനൊപ്പം ഈ എന്ന ഉച്ചാരണമാണ് നമുക്ക് കിസർ ഇടുമ്പോൾ കിട്ടുന്നത്. അടുത്തത് ലമ്മ് എന്ന ചിഹ്നമാണ്. ലമ്മ് ചിഹ്നം ഇടുമ്പോൾ ഊ എന്ന ഉച്ചാരണമാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ആക്ടിവിറ്റിയാണ് തന്നിട്ടുള്ളത്. അലിഫ്, ആ, ഇ, ഉ ഇത്രയും അക്ഷരങ്ങളാണ് തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന അതുപോലെ തന്നെ അവിടെ പകർത്തി എഴുതുക. ഇതാണ് ആക്ടിവിറ്റി. അതുപോലെ തന്നെ വായിക്കാനും നിറം കൊടുക്കാനും അക്ഷരങ്ങൾ ചിഹ്നങ്ങൾ അനുസരിച്ച് എഴുതാനും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം തനിയെ എഴുതാൻ കഴിയുമല്ലോ. ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം. അദ്ദറസുസാനി, പാഠം 2. ബാഉൻ. ബൈത്തുൻ, ബാ, ബാ, ബാ. ബാഇന് ഫതഹ് ഇടുമ്പോൾ ബാ, ബാഇന് കിസർ ഇടുമ്പോൾ ബി, ബാഇന് ലം ഇടുമ്പോൾ ബു, ബാഇന് സുക്കൂൻ ഇടുമ്പോൾ ബ്. ഇവിടെ ഇപ്പോൾ നമ്മളൊരു വാക്ക് കൂടി പഠിച്ചു അല്ലേ. ഏതാണ് ആ വാക്ക്? ബൈത്തുൻ. ബൈത്തുൻ എന്ന് വെച്ചാൽ എന്താണ്? വീട്. ഇനി അടുത്ത വാക്കുകൾ നോക്കിയേ. ആ, ബ, അബ. അടുത്തത് ഇ, ബി, ഇബി. അടുത്തത് ഉ, ബു, ഉബു. അടുത്തത് ഉ, ബ്, ഉബ്. ഇനി നമുക്ക് താഴെ ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിൽ അക്ഷരത്തിൻ്റെ ചിത്രം ഒട്ടിക്കാനാണ്. അടുത്ത നോക്ക്, ചിഹ്നങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു ചിഹ്നവും കൂടി എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഏതാണ്? ഫതഹ്, കിസർ, ലമ്മ്, ലമ്മ് കഴിഞ്ഞിട്ട് സുക്കൂൻ. സുക്കൂനാണ് എക്സ്ട്രാ വന്നിരിക്കുന്നത്. ഫതഹ് ഇടുന്നത് ആ എന്ന് വായിക്കാനാണെന്ന് പഠിച്ചു. കിസർ ഇടുന്നത് ഇ എന്ന് വായിക്കാനാണെന്ന് പഠിച്ചു. ലം ഇടുന്നത് ഉ എന്ന് വായിക്കാനാണെന്ന് പഠിച്ചു. ഇനി സുക്കൂൻ എന്തിനായിരിക്കും ഇടുന്നത്? എന്ന സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സുക്കൂൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ബ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജ് നോക്കാം. മഖ്റജ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനത്തിനാണ് മഖ്റജ് എന്ന് പറയുന്നത്. അതായത് ഉച്ചാരണ സ്ഥാനം. ബാഇൻ്റെ ഉച്ചാരണ സ്ഥാനം 2 ചുണ്ടുകൾ അമർത്തി ഉച്ചരിക്കണം. ബാ. ഒന്ന് പറഞ്ഞു നോക്കിയേ. ബാ. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ ആക്ടിവിറ്റിയാണുള്ളത്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ആക്ടിവിറ്റി ചെയ്തതുപോലെ തന്നെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് കോപ്പി ചെയ്ത് എഴുതുക. അതുപോലെ തന്നെ വാക്കുകൾ വായിക്കാൻ തന്നിട്ടുണ്ട്. ഏതൊക്കെ വാക്കുകളാണ്? അബ, ഇബി, ഉബു, ഉബ്. ഈ വാക്കുകൾ തന്നിട്ടുണ്ട്. വാക്കുകളും കോപ്പി ചെയ്ത് എഴുതുക. പിന്നീട് ഒരു കാര്യം തന്നിട്ടുണ്ട്. അബുൻ. അബുൻ എന്ന വേർഡ്. അബുൻ എന്ന് വെച്ചാൽ ആരാണ്? വാപ്പ അല്ലേ. വാപ്പയ്ക്ക് വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണം. അബുന് ബൈത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണം. വഴി കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ മഅസ്സലാമ.